കെ എം മാണിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി ബാർ ഹോട്ടൽ അസോസിയേഷൻ നേതാവ് ബിജു രമേശ്. തന്റെ പക്കലുള്ള അവശേഷിക്കുന്ന തെളിവുകൾ ഇന്ന് തന്നെ വിജിലൻസിന് കൈമാറും. കേസ് ഒത്തുതീർപ്പാക്കാൻ ഒരു ദല്ലാൽ പണിക്കും താനില്ല. 1 കോടി രൂപ കെ എം മാണിക്ക് കൈമാറിയത് 418 ബാറുകൾ അടച്ചുപൂട്ടുന്നതിന് മുൻപാണെന്നും ബാർ അടച്ചുപൂട്ടുമെന്ന പ്രതീക്ഷ പണം നൽകുമ്പോഴുണ്ടായിരുന്നില്ലെന്നും വിജിലൻസിന്റെ മൊഴിയെടുപ്പിന് ശേഷം ബിജു രമേശ് പറഞ്ഞു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ബാർ ഹോട്ടൽ അസോസിയേഷൻ നേതാവ് ബിജു രമേശ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത്. തന്റെ പക്കലുള്ള തെളിവുകൾ വിജിലൻസിന് കൈമാറുമെന്ന് യാത്ര പുറപ്പെടും മുമ്പ് ബിജു രമേശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം പട്ടം പൊട്ടക്കുഴിയിലുള്ള വിജിലൻസ് സദേൺ റേഞ്ച് ഓഫീസിലെത്തിയ ബിജുവിൽ നിന്ന് അന്വേഷണ സംഘം 3 മണിക്കൂറോളം മൊഴിയെടുത്തു. പ്രത്യേകം തയ്യാറാക്കിയ ചോദ്യാവലി ഉപയോഗിച്ചും ചോദ്യങ്ങൾ ഉന്നയിച്ചും SP രാജ്മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുത്തു. ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി മൊഴിയെടുപ്പിന് ശേഷം പുറത്തിറങ്ങിയ ബിജു പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനനുസൃതമായ വളരെ വിശദമായ മൊഴികൾ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. പറഞ്ഞതിൽ നിന്ന് മാറി പറയുന്ന ആളുമല്ല ഞാൻ, മാറി പറയാറുമില്ല. പറഞ്ഞതിൽ തന്നെ വളരെ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ആരോപണങ്ങളിൽ 100% ഉറച്ചു നിൽക്കുന്നു. അത് തന്നെയാണ് മൊഴി കൊടുത്തത്. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. ഞാൻ നിങ്ങളോട് മാറ്റി പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പ്രശ്നത്തിൽ ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിനില്ല. ഞാൻ ആരുമായി ഒത്തുതീർപ്പിലില്ല. ഞാൻ ഇതിന് പ്രത്യേകിച്ച് ദല്ലാളി പണിക്ക് പോയിട്ടുമില്ല. ഞാൻ അതിന് നിൽക്കുന്നുമില്ല. കെ എം മാണിക്ക് പണം നൽകിയത് എപ്പോൾ എന്ന ചോദ്യത്തിന് ബിജുവിന്റെ മറുപടി ഇങ്ങനെ: അടയ്ക്കുന്നതിന് മുമ്പാണല്ലോ കൊടുത്തത്. അടയുമെന്നുള്ള പ്രതീക്ഷയും നമുക്കപ്പോൾ ഇല്ലായിരുന്നല്ലോ കൊടുത്ത സമയത്ത്. ഇല്ലല്ല, 1 രൂപയെ കൊടുത്തുള്ളൂ. 1 രൂപയാണ് കൊടുത്തത്. 5 രൂപ ചോദിച്ച സ്ഥലത്ത് 1 രൂപ കൊടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മൊഴിയെടുപ്പിന് ശേഷം പുറത്തിറങ്ങിയ ബിജു രമേശ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വിലക്കാൻ പോലീസ് ശ്രമിച്ചത് വിജിലൻസ് ഓഫീസിന് മുന്നിൽ നേരിയ സംഘർഷത്തിനിടയാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.